സ്പീക്ക് ഹിന്ദി വിത്ത് ഇബ്രാഹിം എന്ന സ്പോക്കൻ ഹിന്ദി ക്ലാസ് സീരീസിലെ 42ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും स्वागतम। स्पीक हिंदी विद इब्राहिम नाम के स्पोकन हिंदी क्लास सीरीज के 42वें क्लास में सब लोगों को एक बार भी स्वागत है। अस्सलाम वालेकुम, नमस्कार, कैसे आप लोग? मैं तो ठीक हूँ, मेरा उम्मीद है सब लोग भी ठीक होंगे। അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെ, അതായത് 41ാമത്തെ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആദ്യം കഴിഞ്ഞ ക്ലാസ് കാണുക, ശേഷം ഈ ക്ലാസ് കാണുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷനിലൂടെയാണ് ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനമായി പറഞ്ഞ ആ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് പോകാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നടന്ന സംഭാഷണം, ഗ്രഹക്ക് പറയുകയാണ്, കസ്റ്റമർ പറയുകയാണ്, സബ്ജിയാം സബ് കുച്ച് ഹേ ആപ്കെ പാസ്, സബ്ജിയാം സബ് കുച്ച് ഹേ ആപ്കെ പാസ് ചോദിക്കാണ്. സബ്ജിയാം എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, സബ്ജി പച്ചക്കറി, സബ്ജിയാം പച്ചക്കറികൾ, തർക്കാരി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, സബ്ജി തർക്കാരി എന്ന് ഒരുമിച്ച് പറഞ്ഞാലും പച്ചക്കറി തന്നെയാണ്. അപ്പോൾ സബ്ജിയാം സബ്ജിയാം പച്ചക്കറികൾ, സബ് കുച്ച് ഹേ എല്ലാ ഐറ്റവും, സബ് പൂര ഐറ്റം ഹേ ആപ്കെ പാസ് താങ്കളുടെ അടുത്ത് ഉണ്ടോ. സബ്ജിയാം പൂര ഐറ്റം ഹേ ആപ്കെ പാസ് പച്ചക്കറികളെല്ലാം താങ്കളുടെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ സബ്ജിയാം സബ് കുച്ച് ഹേ ആപ്കെ പാസ് പച്ചക്കറികളെല്ലാം താങ്കളുടെ അടുത്ത് ഉണ്ടോ. അപ്പോൾ അതിന് ഇയാൾ മറുപടി പറഞ്ഞാണ്, ദുക്കാൻദാർ മറുപടി പറഞ്ഞതാണ്, അരയാർ എടോ സുഹൃത്തെ, അരയാർ ക്യാ ബാത്ത്, ഇതെന്ത് വർത്തമാനാണ്, അല്ലെങ്കിൽ ക്യാ അജീബ് ബാത്ത്, ഇതെന്തൊരു വർത്താനാണ്. സബ്ജിയാം സബ് കുച്ച് ഹേ മേരെ പാസ് സബ് കുച്ച് ഹേ, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, പൂര ഐറ്റം ഹേ എല്ലാ ഐറ്റവും ഉണ്ട്. ജോ ജോ ചായേ ബതായേ ബസ്, ഏതൊക്കെയാണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി. സബ് കുച്ച് ഹേ മേരെ പാസ്, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രഹക്ക് പറയുകയാണ്, മൈനെ പർച്ചി ലേ ആയ ഹെ, മൈനെ പർച്ചി ലേ ആയ ഹെ, ഞാൻ പർച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പർച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ആ ഒരു പേപ്പർ കഷ്ണത്തിനാണ് നമ്മൾ പർച്ചി എന്ന് പറയുന്നത്. ചെറിയ ചെറിയ നമ്മൾ ബില്ലൊക്കെ പർച്ചി എന്ന് ഉപയോഗിക്കാറുണ്ട്, സ്ലിപ്പായിട്ട് എഴുതുന്നതിനൊക്കെ. അപ്പോൾ നമ്മൾ അമ്മയും മകനും കൂടി എന്തൊക്കെയാണ് പച്ചക്കറി വേണ്ടത് എന്ന് എഴുതിയെടുത്തൊരു കടലാസ് ഉണ്ടല്ലോ, സ്ലിപ്പ്, അതിനാണ് പർച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുള്ള അങ്ങനെയുള്ള പേപ്പർ കഷ്ണങ്ങൾക്കൊക്കെ നമ്മൾ പർച്ചി എന്നാണ് ഉപയോഗിക്കുന്നത്. പർച്ചി ദേതോ ബൈ, മേരാ പർച്ചി ദേതോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ മൈനെ പർച്ചി ലേ ആയ ഹെ, ഞാൻ പർച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദുക്കാൻദാർ പറയുകയാണ്, തോ ദിക്കായേ പർച്ചി, തോ ദിക്കായേ പർച്ചി എന്നാൽ പർച്ചി കാണിക്കൂ, തോ എന്നാൽ ദിക്കായേ പർച്ചി എന്നാൽ ദിക്കായേ പർച്ചി കാണിക്കൂ, അല്ലെങ്കിൽ പർച്ചി ദേജിയേ പർച്ചി തന്നാലും. തോ ദിക്കായേ പർച്ചി എന്നാൽ ദേഖന നോക്കുക, ദിക്കാന കാണിക്കുക, ദേഖന കാണുക എന്നുള്ള അർത്ഥമുണ്ട്, ദിക്കാന കാണിക്കുക, ഷോ എന്നുള്ള അർത്ഥമാണ്. ഷോമി ദ സ്ലിപ്പ് എന്നുള്ള അർത്ഥത്തിൽ ദിക്കായേ പർച്ചി കാണിച്ചു തരൂ എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഗീവ് മീ പർച്ചി ദേദോ, മൈ ഏക് ലൂങ്ക ഞാൻ ഓരോന്ന് എടുക്കാം. അപ്പോൾ ദിക്കായേ പർച്ചി കാണിച്ചു, അല്ലെങ്കിൽ ദേദോ പർച്ചി തരൂ, മൈ ഏക് ലൂങ്ക ഞാൻ ഓരോന്ന് എടുക്കാം എന്ന് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്, അതുവരെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഗ്രഹക്ക് പോക്കറ്റിൽ നിന്നും പർച്ചി എടുത്ത് കൊടുത്തുകൊണ്ട് പറയുകയാണ്, യഹ് ഹേ പർച്ചി ഇതാണ് പർച്ചി, ഇതാ പർച്ചി എന്നുള്ളതിൽ, ഇതാ സ്ലിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. യഹ് ഹേ പർച്ചി ഇതാണ് പർച്ചി, ഇതാ പർച്ചി. എന്നിട്ട് പറയുകയാണ്, ഇസ്മേ ക്യാ ലിഖാ ഹൈ വോ സബ് ലേന, ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് മുഴുവൻ എടുക്കുക, അല്ലെങ്കിൽ ഇൻ സബ് ലേന ഹൈ ഇത് എല്ലാം എടുക്കണം, അല്ലെങ്കിൽ യേ സബ് ലേന ഹൈ, യഹ് എന്ന് പറഞ്ഞാൽ ഇത്, സബ് എന്ന് പറഞ്ഞാൽ എല്ലാം, ലേന എടുക്കുക. അപ്പോൾ യേ സബ് ലേന ഹൈ ഇത് എല്ലാം എടുക്കണം, അല്ലെങ്കിൽ ഇൻ സബ് ലേന ഹൈ ഇവകളെല്ലാം എടുക്കണം. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, ഇൻ പറഞ്ഞാൽ ഇവകൾ എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഇൻ സബ് ലേന ഹൈ ഇതെല്ലാം എടുക്കണം. ഏതെല്ലാം? ജോ ഇസ് പർ ലിഖാ ഹുവാ ഹെ ഏതൊക്കെയാണോ ഇതിൽ എഴുതിയിട്ടത്, ജോ എന്നാൽ ഏതാണോ അത്. അപ്പോൾ ഇതെല്ലാമാണോ കടലാസിൽ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജോ ഇസ് പർ ലിഖാ ഹുവാ ഹെ ഏതെല്ലാമാണോ ഇതിൽ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജോ പർച്ചി പർ ലിഖാ ഹുവാ ഹെ ഏതെല്ലാമാണോ പർച്ചിൽ എഴുതിയിട്ടുള്ളത്, പർച്ചി പർ ലിഖാ ഹുവാ ഹെ എഴുതപ്പെട്ടിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലിഖാ ഹെ എഴുതിയത്, ലിഖാ ഹുവാ ഹെ എഴുതപ്പെട്ടത്, പാസീവ് വോയിസ് ആണ്. അങ്ങനെ ലിഖാ ഹുവാ എന്ന് പറയുമ്പോൾ ജോ ഇൻ സബ് ലേന ഹെ, അല്ലെങ്കിൽ ഏ സബ് ലേന ഹെ ഇതെല്ലാം എടുക്കണം. ജോ പർച്ചി പർ ലിഖാ ഹുവാ ഹെ പർച്ചിൽ എഴുതിയിട്ടുള്ളത് എല്ലാം എടുക്കണം, അല്ലെങ്കിൽ ജോ കാഗസ് പർ ലിഖാ ഹുവാ ഹെ കടലാസിൽ എഴുതിയത് എല്ലാം എടുക്കണം, അല്ലെങ്കിൽ ഈ പർച്ചി കെ മുതാബിക് ലേന ഹെ
അല്ലെങ്കിൽ स्लिप के मुताबिक लेना है, पर्ची के मुताबिक ഈ पर्ची അനുസരിച്ച് എടുക്കണം, അല്ലെങ്കിൽ कागज के अनुसार അല്ലെങ്കിൽ पर्ची के अनुसार लेना है, ഈ पर्ची അനുസരിച്ച് എടുക്കണം. के मुताबिक എന്നുള്ള അതനുസരിച്ച്, അതിൽ എങ്ങനെയാണ് എഴുതിയത് അതുപോലെ എന്നുള്ളതാണ് के मुताबिक, ഈ पर्ची के मुताबिक, അല്ലെങ്കിൽ के अनुसार, पर्ची के अनुसार, ഈ कागज के अनुसार, ഈ കടലാസ് അനുസരിച്ച്, ഈ സ്ലിപ്പ് അനുസരിച്ച്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ इन सब लेना है जो इस पर लिखा हुआ है, ഇതിൽ എഴുതിയിട്ടുള്ളത് കാഗസ് पर लिखा हुआ है. കാഗസ് पर എന്ന അതൊരു കാര്യമാണ് മനസ്സിലാക്കുക. കാഗസ് पर, കടലാസിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മളവിടെ മേം എന്ന് ഉപയോഗിക്കാറില്ല. ഇൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ആ മീനിങ് കിട്ടുന്നിടത്ത് നമ്മൾ മേം എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇൻ എന്നുള്ള അർത്ഥം ആ ഒരു വേർഡിൻ്റെ അതേ സ്ഥാനത്താണ് മേം എന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കടലാസൊക്കെ ആകുമ്പോൾ നമ്മൾ കടലാസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാഗസ് മേം എന്ന് പറയാറില്ല, കാഗസ് പർ നമ്മൾ പഠിച്ചതാണ്. കാഗസ് പർ, പർച്ചി പർ, അതെല്ലാം കടലാസ് എന്നുള്ള കടലാസിൽ എന്നുള്ളൊരു ഇൻസൈഡ് ഭാഗം അവിടെ ഇല്ല, അതുകൊണ്ടാണ് കടലാസിൻ്റെ മുകളിൽ എന്നാണ് എഴുതുന്നത്. എഴുതുന്നൊക്കെ അങ്ങനെയല്ലോ. അപ്പോൾ കാഗസ് പർ എന്നാണ് ഇത്, പർച്ചി പർ നമ്മൾ പഠിച്ചതാണ്. ഭൂമിയിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ജമീൻ മേം എന്ന് പറയാറില്ല, കാരണം ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജമീൻ പർ എന്നാണ് പറയുന്നത്, മേസ് പർ എന്നുള്ളത് പോലെ ഓൺ ദ ടേബിൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജോ കാഗസ് പർ ലിഖാ ഹുവാ ഹേ, കടലാസിൽ ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, വോ സബ് ലേനാ ഹേ അല്ലെങ്കിൽ ഇൻ സബ് ലേനാ ഹേ, അത് എല്ലാം എടുക്കണം. അപ്പോൾ ദുക്കാന്താർ കടക്കാരൻ പർച്ചിങ്ങനെ നോക്കിയിട്ട് പർച്ചിങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറയാണ്, ഏ ബൈഗൺ കിത്തന ലേനാ ഹേ, ഇസ് പർ നഹീ ലിഖാ ഹുവാ ഹേ, എന്താ പറയുന്നത്, ബൈഗൺ കിത്തന ലേനാ ഹേ അല്ലെങ്കിൽ ഏ ബൈഗൺ കിത്തന, ഈ ബൈഗൺ നമ്മളങ്ങനെ ഈ ബൈഗൺ, അതായത് അതിൽ കാണപ്പെട്ട ബൈഗൺ, അത് അവിടെ എഴുതിയിട്ടില്ല, ഏ ബൈഗൺ അല്ലെങ്കിൽ ബൈഗൺ കിത്തന ലേനാ ഹേ, ബൈഗൺ എത്രയാണ് എടുക്കേണ്ടത്, യഹ് ഇസ് പർ നഹീ ലിഖാ ഹുവാ ഹേ, ഇത് ഇതിൽ എഴുതിയിട്ടില്ല, യഹ് അല്ലെങ്കിൽ വഹ് അല്ലെങ്കിൽ ബൈഗൺ, ഉസ് പർ അല്ലെങ്കിൽ ഇസ് പർ, കാഗസ് പർ, പർച്ചി പർ നഹീ ലിഖാ ഹുവാ ഹേ, എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിച്ചത് ഈ ബൈഗൺ കിത്തന ലേനാ ഹേ, ബൈഗൺ എത്രയാണ് എടുക്കേണ്ടത്, ഇസ് പർ നഹീ ലിഖാ ഹുവാ ഹേ, ഇതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഗ്രാഹക് പറയുകയാണ്, അച്ഛാ ശരിയോ, അച്ഛാ ശരിയോ, നഹീ ലിഖാ ഹുവാ ഹേ, എഴുതിയിട്ടില്ലേ, നഹീ ലിഖാ ഹേ നഹീ ലിഖാ ഹുവാ ഹേ, നഹീ ലിഖാ ഹേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിന് എഴുതിയിട്ടില്ലേ, അത് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ നഹീ ലിഖാ ഹേ എഴുതിയിട്ടില്ലേ, നഹീ ലിഖാ ഹുവാ ഹേ എഴുതപ്പെട്ടിട്ടില്ലേ, അങ്ങനെ മീനിങ് പോകുന്നത്. പക്ഷേ നഹീ ലിഖാ ഹേ എഴുതിയിട്ടില്ലേ, നഹീ ലിഖാ ഹുവാ ഹേ എഴുതിയിട്ടില്ല. അപ്പോൾ അച്ഛാ ശരിയോ, നഹീ ലിഖാ ഹുവാ ഹേ എഴുതിയിട്ടില്ലേ. അപ്പോൾ തോ എന്നാൽ തക്രീബ്, തക്രീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം, ലഗ്ബഗ് എന്നുള്ളത്, ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം, അല്ലെങ്കിൽ തക്രീബ് അല്ലെങ്കിൽ തക്രീബൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ തക്രീബ് അല്ലെങ്കിൽ ലഗ്ബഗ് പൗനെ 1 കിലോ ലീജിയെ, പൗനെ 1 കിലോ ലീജിയെ, അതിൽ എഴുതിയിട്ടില്ല നഹീ ലിഖാ ഹുവാ ഹേ. തോ എന്നാൽ തക്രീബ് അല്ലെങ്കിൽ ലഗ്ബഗ് ഏകദേശം പൗനെ 1 കിലോ ലീജിയെ, പൗനെ 1 കിലോ ലീജിയെ, ഒരു 3/4 കിലോ എടുത്താലും എടുത്തോളൂ. പൗനെ 1 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്, നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. പൗനെ 1 മുക്കാൽ, ആദ സവ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആദ എന്ന് പറഞ്ഞാൽ പകുതി, സവ എന്ന് പറഞ്ഞാൽ കാല്, പൗനെ എന്ന് പറഞ്ഞാൽ മുക്കാല്, പൗനെ 1 എന്ന് പറഞ്ഞാൽ മുക്കാല്. പൗനെ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മീനിങ് വരുന്നത് ക്വാർട്ടർ ടു 1 എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് പൗനെ 1, മുക്കാൽ എന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. പൗനെ 1 മുക്കാല്. അതുപോലെ തന്നെ 1/4 പൗനെ ദോ എന്നാണ് പറയുന്നത്. പൗനെ ദോ എന്ന് പറഞ്ഞാൽ 2/4 അല്ല, നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. പൗനെ ദോ എന്ന് പറഞ്ഞാൽ 1/4, അതായത് ക്വാർട്ടർ ടു 2 എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ക്വാർട്ടർ ടു 3, പൗനെ 4, പൗനെ 4 ആകുമ്പോൾ 2/4, സോറി 3/4, പൗനെ 3 അല്ലെങ്കിൽ പൗനെ 3 എന്ന് പറഞ്ഞാൽ 2/4, പൗനെ 3 3/4 അല്ല 2/4 അതായത് ക്വാർട്ടർ ടു 3 എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് ഇന്ത്യയിൽ സംസാരിക്കുന്നത്. പൗനെ 3 കിലോ, പൗനെ 3 കിലോ എന്ന് പറഞ്ഞാൽ 2/4 കിലോ. അപ്പോൾ പൗനെ 1 കിലോ ലീജിയെ, 3/4 കിലോ എടുത്താലും. അപ്പോൾ ദുക്കാൻദാർ പറഞ്ഞ ठीक है ऐसा लूँगा जैसे आपने बोला, ठीक है ശരി അങ്ങനെ എടുക്കാം, ഐസാ ലൂങ്ക അങ്ങനെ എടുക്കാം, ജയ്സെ ആപ്നെ പോലെ താങ്കൾ പറഞ്ഞതുപോലെ, ജയ്സെ ആപ്നെ പോലെ എങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്. അപ്പോൾ മേനെ ലൂങ്ക ഞാൻ എടുക്കാം, ജയ്സെ ആപ്നെ പോലെ എങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്, അങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഐസാ ലൂങ്ക അങ്ങനെ എടുക്കാം, ജയ്സെ ആപ്നെ പോലെ താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ എന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഗ്രാഹക് ഒന്നുകൂടി ചോദിക്കുകയാണ്, ബൈഗൺ കിത്തനെ ദേ രഹാ ഹൈ, ബൈഗൺ കിത്തനെ മേ ദേ രഹാ ഹൈ, വഴുതന എങ്ങനെയാണ് കൊടുക്കുന്നത്, എത്രയാണ് വില എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ബൈഗൺ കിത്തനെ മേ ദേ രഹാ ഹൈ, കിത്തനെ മേം എത്രയ്ക്ക്, എത്രയായിട്ട്, കിത്തനെ മേ ദേ രഹാ ഹൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതാണ് അതിൻ്റെ ഡയറക്റ്റ് മീനിങ്.
എത്രയായിട്ടാണ് ദേരായ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില എത്രയാണ്? ഇന്ത്യയിൽ അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ സംസാരമുണ്ട്. നമ്മൾ അങ്ങനെ സംസാരം കുറവാണ്. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും. എത്ര ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയും ചോദിക്കാറുണ്ടല്ലോ. പക്ഷേ ഇന്ത്യയിൽ ധാരാളമായി കേൾക്കുന്നതാണ് കിത്തനമേ ദേരായ, ഇത് എത്രക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈഗൺ കിത്തനമേ ദേരായ, ബൈഗൺ എത്രക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബൈഗൻ്റെ വില എന്താണ്, അല്ലെങ്കിൽ ബൈഗൺ ക്യാ ദാം ഹേ, ബൈഗൺ എന്താണ് വില. ദാം എന്ന് പറഞ്ഞാൽ വിലയാണ്. അപ്പോൾ ക്യാ ദാം ഹേ, എന്താണ് വില, അല്ലെങ്കിൽ ക്യാ ബാവ് ഹേ, എന്താണ് വില, എന്താ വില, അല്ലെങ്കിൽ കിത്തനമേ ദേരാ ഹേ, അല്ലെങ്കിൽ കിത്തനക്കോ ബേച്ച് രാ ഹേ, എത്രക്കാണ് വിൽക്കുന്നത്, ബേച്ചന എന്നാണ് വിൽക്കുക, അല്ലെങ്കിൽ കൈസേ ദേരാ ഹേ, എങ്ങനെയാണ് ദേരാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൈസേ ബേച്ച് രാ, എങ്ങനെയാണ് വിൽക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ക്യാ ബാവേ ക്യാ ദാമേ എന്നൊക്കെ ആ രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ എത്രയാണ് വില എന്നുള്ളതാണ്. എന്താണ് വില, എന്താ വില. അപ്പോൾ ബൈഗൻ കിത്തനമേ ദേരാ ഹേ, ബൈഗൻ എത്രയാണ് വില, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ദുക്കാന്താറ പറയുകയാണ്. ദുക്കാന്താറ അതിന് ഡയറക്റ്റ് മീനിങ് അല്ല പറഞ്ഞത്, എത്രയാണ് വില എന്ന്. ചിലപ്പോൾ അതിൻ്റെ വിലയല്ല പറഞ്ഞത്, മറിച്ച് ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ കൂടുതൽ പരിചയമുള്ള ആളുകളൊക്കെ കടക്കാർ വില ചോദിക്കുമ്പോൾ ചിലർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നും. അപ്പോൾ അവർ വില പറയുകയില്ല, വില ചോദിക്കാൻ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. നമുക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ ബൈഗൻ കിത്തനമേ ദേരാ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വിലയല്ല പറഞ്ഞത്. അപ്പോൾ അയാൾ ദുക്കാന്താറ പറയുകയാണ്, ദേക്കോ ബൈ, ദേക്കോ ബൈ, ദേക്കോ എന്ന് പറഞ്ഞാൽ നോക്കൂ, ദേക്കന നോക്കുക, കാണുക, രണ്ടർത്ഥമാണ്. ദേക്കന എന്ന് പറഞ്ഞാൽ നോക്കുക അല്ലെങ്കിൽ കാണുക. അപ്പോൾ ദേക്കോ ബൈ, നോക്കൂ സഹോദര, നോക്കുന്ന ഇങ്ങോട്ട് നോക്കുന്നില്ല, ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദേക്കോ ബൈ, നോക്കൂ സഹോദര, അല്ലെങ്കിൽ ദേക്കോ ബയ്യ, സ്നേഹത്തോടെ ദേക്കോ ബയ്യ, ഇങ്ങോട്ട് നോക്കൂ ഓ സഹോദര, ഖുദാക്കി കസം, ഖുദാക്കി കസം, നോക്കൂ സഹോദര, ദേക്കോ ബയ്യ, നോക്കൂ സഹോദര, ഖുദാക്കി കസം, ദൈവമാണ് സത്യം. ഖുദ എന്ന് പറഞ്ഞാൽ ദൈവം, പടച്ചോൻ, അല്ലാ, റബ്ബ്, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ഖുദ പല വാക്കുകൾ കൊണ്ട് നമ്മളിവിടെ ഖുദ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഖുദാക്കി കസം, കസം എന്ന് പറഞ്ഞാൽ ഉറപ്പ്, പ്രതിജ്ഞ, നമ്മളല്ലേ സത്യം ചെയ്യല്ലേ, അതിനൊക്കെയാണ് കസം എന്ന് പറയുന്നത്, ഓത്ത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദേക്കോ ഭയ്യ, നോക്കൂ സഹോദര, खुदा की कसम, ദൈവമാണ് സത്യം. मैं आपसे 1 रुपया भी ज्यादा नहीं लूंगा, मैं आपसे 1 रुपया भी ज्यादा नहीं लूंगा, ഞാൻ ആപ്സെ താങ്കളോട് 1 रुपया भी, 1 രൂപ പോലും, 1 रुपया भी, 1 രൂപ പോലും നെഹി ലൂങ്ക, 1 रुपया भी നെഹി ലൂങ്ക, ഞാൻ താങ്കളിൽ നിന്ന് 1 രൂപ പോലും അധികം എടുക്കുകയില്ല. ജ്യാദാ നെഹി ലൂങ്ക, നെഹി ലൂങ്ക എന്നല്ല, ജ്യാദാ നെഹി ലൂങ്ക, അധികം എടുക്കുകയില്ല. ജ്യാദ അധികം, ലേന എടുക്കുക, മൈ എന്നാകുമ്പോൾ ലൂങ്ക എന്ന് പറയും. ലേന എടുക്കുക, ലേഖ എടുക്കും, ലേങ്ക എടുക്കും, ലൂങ്ക എടുക്കും. അപ്പം നെയ് ലൂങ്ക എടുക്കൂല, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് മാറും, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആപ്സെ താങ്കളോട് 1 रुपया भी, 1 രൂപ പോലും ജ്യാദ നെയ് ലൂങ്ക, അധികം എടുക്കുകയില്ല. അപ്പോൾ ഇയാൾ എന്താണ് വില എന്ന ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ബൈഗൺ കിത്തനമേ ദേരായ, ബൈഗൺ എത്രക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദേക്കോ ഭയ്യ, നോക്കൂ സഹോദര, അല്ലെങ്കിൽ ദേഖിയ ഭയ്യ, നോക്കൂ സഹോദര, ഖുദാക്കി കസം, ദൈവമാണ് സത്യം. मैं आपसे 1 रुपया भी ज्यादा नहीं लूंगा, मैं आपसे 1 रुपया भी ज्यादा नहीं लूंगा, ഞാൻ താങ്കളിൽ നിന്ന് 1 രൂപ പോലും അധികം എടുക്കുകയില്ല. ബൽക്കെ, മറിച്ച്, ബൽക്കെ എന്ന് പറയുമ്പോൾ അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. മറിച്ച്, അല്ലെങ്കിൽ പക്ഷേ, എങ്കിലും എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബൽക്കെ, മറിച്ച്, കിത്ന കം കർ സക്തേ ഹോ തോ ഉത്തന കം കരൂങ്ക, കിത്ന എത്രയാണോ, എത്ര, കിത്ന കം കർ സക്തേ ഹേ, എത്ര കുറക്കാൻ കഴിയും, ഉത്തന കം കരൂങ്ക, അത്രക്ക് കുറക്കും. ജിത്തന കം കർ സക്തേ ഹോ തോ ഉത്തന കം കരൂങ്ക, എത്ര കുറക്കാൻ കഴിയുന്നോ അത്ര കുറക്കും. അല്ലെങ്കിൽ ജിത്തന കം കർ സക്തേ ഹോ തോ ഉത്തന കം കർനെ കെ ലിയെ കോശിഷ് കരൂങ്ക, അത്ര കുറക്കാൻ വേണ്ടി ശ്രമിക്കാം. കം കർനെ കെ ലിയെ, കുറക്കാൻ വേണ്ടി, കോശിഷ് കരൂങ്ക, ശ്രമിക്കാം. അല്ലെങ്കിൽ കം കർണേക്കോ, കുറക്കാൻ, കം കർണേ കെ ലിയെ, കുറക്കാൻ വേണ്ടി, രണ്ടും ഒരു അർത്ഥം തന്നെയാണ്. ഡയറക്റ്റ് മീനിങ്ങുമ്പോൾ കം കർണേ കെ ലിയെ, കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കം കർണേക്കോ എന്ന് പറഞ്ഞാൽ കുറക്കാൻ, കോശിഷ് കരൂങ്ക, ശ്രമിക്കാം. പക്ഷേ ആപ്സെ താങ്കളോട് 1 रुपया भी, 1 രൂപ പോലും ജ്യാദാ നെയ് ലൂങ്ക, അധികം എടുക്കുകയില്ല. ഖുദാക്കി കസം, ദൈവമാണ് സത്യം. മാൻ ലീജിയെ മുജെ, എന്നെ വിശ്വസിച്ചാലും, മാൻ ലീജിയെ മുജെ, എന്നെ വിശ്വസിച്ചാലും. മാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, അംഗീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. മാൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് അംഗീകരിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഒരാളെ കാര്യം പറയുമ്പോൾ, ഞാനൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അയാൾ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വിശ്വാസം കുറവുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ അയാളോട് ഒന്ന് ആവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയുകയാണ്, മാൻ ലീജിയെ മുജെ,
ഞാൻ എന്നെ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടാലും ഞാൻ പറഞ്ഞത് അനുസരിച്ചാലും എന്നുള്ള മീനിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാൻ ലീജിയെ മുജെ എന്നെ വിശ്വസിച്ചാലും ഞാൻ मैं आपसे ഞാൻ താങ്കളിൽ നിന്നും एक रुपया भी ഒരു രൂപ പോലും ज़्यादा മദ്യം എടുക്കുകയില്ല. ഖുദാ की कसम ദൈവമാണ് സത്യം. മാൻ ലീജിയെ മുജെ എന്നെ വിശ്വസിച്ചാലും മാന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അംഗീകരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ मैं उसे नहीं मानता हूँ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ मैं उसे नहीं मानूंगा ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയില്ല. मैं उसे नहीं मानूंगा ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയില്ല. അതിന് പല രീതിയിലും പറയാണ്ട് മുജെ ഉസ് പർ ഭരോസാ नहीं है മുജെ ഉസ് പർ ഭരോസാ नहीं है എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല. ഭരോസ എന്നുള്ള വിശ്വാസം. മുജെ ഉസ് പർ ഭരോസാ नहीं है എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല. മുജെ ഉസെ ഭരോസാ नहीं है മുജെ എനിക്ക് ഉസെ അദ്ദേഹത്തെ ഭരോസാ नहीं है വിശ്വാസമില്ല. അവിടെ ഭരോസ എന്ന വിശ്വാസം നമ്മളെ ഫെയ്ത്ത് അല്ലെങ്കിൽ നമ്മളൊരു മതപരമായിട്ട് ഫെയ്ത്ത് വിശ്വാസം എന്നുള്ള ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ആസ്ഥ എന്നാണ് പറയുന്നത്. അവിടെ മാന്ന അല്ലെങ്കിൽ ഭരോസ എന്ന് പറയില്ല. അത് ആസ്ഥ വിശ്വാസം സ്പിരിച്വൽ ഫെയ്ത്ത് ആ രീതിക്ക് നമ്മൾ ആസ്ഥ എന്നാണ് പറയുന്നത്. മറിച്ച് ഇവിടെ മുജെ ഉസ് പർ ഭരോസാ नहीं എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ മുസെ नहीं मानता हूं എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയില്ല. ഹം ലോഗ് ഉസെ नहीं मानूंगा ഞങ്ങൾ അവരെ ഉസെ അദ്ദേഹത്തെ അംഗീകരിക്കില്ല അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മാന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഒരു വേർഡാണ് മാന എന്ന് പറയുന്നത്. മാന എന്ന് പറഞ്ഞാൽ വിരോധിക്കുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ മനാന എന്ന് പറഞ്ഞാൽ കൊണ്ടാടുക. അതൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള വേർഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ മാൻ ലീജിയെ മുജെ എന്നെ വിശ്വസിച്ചാലും मैं आपसे ഞാൻ താങ്കളിൽ നിന്ന് एक रुपया भी ज़्यादा नहीं लूंगा അധികം എടുക്കുകയില്ല. അതുപോലെ തന്നെ മാന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വിചാരിക്കുക ചിന്തിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നാണ് എന്ന് പറയുകയാണെങ്കിലോ മേരാ മാന ഹേക്ക് അല്ലെങ്കിൽ മേരാ സോച്ച് ഹേക്ക് മേരാ ചിന്ത അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സാധാരണ ഉപയോഗം മേരാ മാന ഹേക്ക് ഞാൻ വിചാരിക്കുന്നത് മേരാ മാന ഹേക്ക് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വിചാരം എന്നുള്ള മാന എന്നാണ് അവിടെ വിചാരം എന്നുള്ള ചിന്ത വിശ്വാസം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പം മേരാ മാന ഹേക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കരുതുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയാൾ നേരത്തെ എത്തുമെന്നൊക്കെയാണ്. മേരാ മാനൊക്കെ ജൽദി ആ ജായക ഞാൻ വിചാരിക്കുന്നത് അയാൾ നേരത്തെ പെട്ടെന്ന് വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിക്കാം. അപ്പം മേരാ മാന ഹേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇസ് ബാർ ഈ പ്രാവശ്യം ഇസ് ബാർ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ബാർ എന്ന് പറഞ്ഞാൽ പ്രാവശ്യം ഇസ് ബാർ ഈ പ്രാവശ്യം ഇന്ത്യ ഗഠബന്ധൻ എന്നാൽ നമുക്കറിയായിരിക്കും മുന്നണി. അപ്പം ഇന്ത്യ ഗഠബന്ധൻ സത്താമേ ആ ജായക അധികാരത്തിൽ സത്താന അധികാരം വരണം. അപ്പം സത്താമേ ആ ജായക അല്ലെ സത്താമേ ആ ജായക അധികാരത്തിൽ വരും അങ്ങനെ പറയാം. മേരാ മാന ഹേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇസ് ബാർ ഈ പ്രാവശ്യം ഇന്ത്യ ഗഠബന്ധൻ സത്താമേ ആ ജായക മേരാ മാന ഹേക്ക് ഇസ് ബാർ ഇന്ത്യ ഗഠബന്ധൻ സത്താമേ ആ ജായക ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അപ്പോൾ അതിന് കൂടുതൽ വിശദമായിട്ട് മനാന ഈ വഴികളൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ इन्नते क्लास में समय दोनों मुझे लगता है कि आज का क्लास का टाइम भी इधर खत्म हो गया. अगर मौका मिलेगा तो अगले क्लास में फिर भी मिलेंगे. तब तक धन्यवाद, शुक्रिया, खुदा हाफिज़.